ദ ജേർണലിസ്റ്റിലേക്ക് പണ്ടാരോ ചന്തയ്ക്ക് പോയതുപോലെ എന്നൊരു പ്രയോഗമുണ്ട്. അതുപോലെ ട്രംപ് ചർച്ചയ്ക്ക് പോയതുപോലെ എന്നിനി പറയേണ്ടി വരും. കാരണം അത്രയും ദയനീയമായിരുന്നു അമേരിക്ക ഇറാൻ ചർച്ചയിൽ ട്രംപിൻ്റെ പ്രതിനിധിയുടെ അവസ്ഥ. കാരണം ട്രംപ് വിചാരിച്ചത് ഈ ചർച്ചയോടുകൂടി ഇറാനെ പരിപൂർണമായി തങ്ങളുടെ കാൽ കീഴിലാക്കാം എന്നാണ്. ഇറാൻ തങ്ങൾ പറയുന്നതൊക്കെ അനുസരിച്ച്, തങ്ങൾ പറയുന്നിടത്തൊക്കെ ഒപ്പുവെച്ച്, തങ്ങൾക്ക് വിനീത വിധേയരായി നിൽക്കുന്ന ഒരു ദയനീയ കാഴ്ച കണ്ട് ചിരിക്കണമെന്നായിരിക്കും ഈ ചർച്ചയിലേക്ക് കാര്യങ്ങളെ എത്തിച്ചപ്പോൾ ട്രംപ് കരുതിയിട്ടുണ്ടാവുക. എന്നാൽ ഇറാൻ്റെ കരുത്തെന്താണെന്നും ഇറാൻ്റെ ആത്മാഭിമാനം എന്താണെന്നും ഇറാൻ്റെ വെല്ലുവിളി എങ്ങനെയാണെന്നുമൊക്കെ ഈ ചർച്ചയോടെ അമേരിക്കയ്ക്ക് നേരിട്ട് ബോധ്യപ്പെട്ടു. കാരണം അമേരിക്ക പറഞ്ഞ ഒരൊറ്റ കാര്യം പോലും ഈ ചർച്ചയിലെങ്ങും പ്രതിപാദ്യ വിഷയമായിട്ടില്ല എന്ന് മാത്രമല്ല, ഈ ചർച്ചയിൽ ഒരു കാര്യവും തീരുമാനമായില്ലെങ്കിൽ ഉടൻ ഇറാനെ തകർക്കുന്ന വിധത്തിൽ യുദ്ധം നടത്തുമെന്ന് ഒരു പ്രതീതി ഉണ്ടാക്കിയ അമേരിക്ക ഒന്നും ചെയ്യാനാകാതെ തളർന്നു കുത്തിയിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. നോക്കാം ഒമാനിൽ സംഭവിച്ചത് എന്തൊക്കെയാണ് എന്ന്. ആദ്യമേ പറയട്ടെ, ഒമാനിൽ സംഭവിച്ച ചർച്ചയിലെ പ്രധാനപ്പെട്ട പ്രതിപാദ്യ വിഷയങ്ങളെ സംബന്ധിച്ച് അമേരിക്ക ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. ട്രംപ് അല്പസമയം മുമ്പ് പറഞ്ഞത് അടുത്തയാഴ്ച വീണ്ടും ഒരു ചർച്ച കൂടി ഉണ്ടാകും എന്ന് മാത്രമാണ്. തങ്ങളുടെ ഭാഗം വിജയിച്ചുവെന്നോ, ഇറാൻ തങ്ങൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചെന്നോ, അല്ലെങ്കിൽ തങ്ങളുടെ ആവശ്യങ്ങൾ ഇറാൻ അംഗീകരിക്കുന്ന വിധത്തിലേക്ക് ഒരു ശുഭസൂചന ലഭിച്ചുവെന്നോ ഒന്നും ട്രംപ് പറഞ്ഞതിൽ വ്യക്തതയില്ല. പക്ഷേ അതേസമയം തന്നെ ഇനിയും ചർച്ചകൾ തുടരേണ്ടതുണ്ട് എന്ന നിലപാടിലേക്ക് അമേരിക്ക പോകുമ്പോൾ അത് ഇറാൻ്റെ വരുതിയിലേക്ക് അമേരിക്ക വരുന്നതിൻ്റെ പ്രകടമായ ലക്ഷണമാണ് എന്ന് തന്നെ വിലയിരുത്തേണ്ടി വരും. എന്തായാലും ഈ ചർച്ചയിലുടനീളം ചർച്ചയായത് ഇറാൻ പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ്. അതായത് അമേരിക്കയുടെ കണക്കുകൂട്ടലനുസരിച്ച്, അല്ലെങ്കിൽ അമേരിക്ക ഇറാനോട് പറഞ്ഞതനുസരിച്ച് ഈ ചർച്ചയിൽ ഉൾപ്പെടേണ്ട വിഷയങ്ങൾ, അത് അമേരിക്കയുടെ തീരുമാനങ്ങളാണ് നടക്കുന്നതെങ്കിൽ ഈ ചർച്ചയിൽ പ്രതിപാദ്യപ്പെടേണ്ട വിഷയങ്ങൾ അത് കേവലം ആണവ കരാറുമായി ബന്ധപ്പെട്ടത് മാത്രമായിരുന്നില്ല. നേരെ മറിച്ച് ഇറാൻ്റെ പ്രോക്സി ഗ്രൂപ്പുകളുമായിട്ടുള്ള ബന്ധം, പശ്ചിമേഷ്യയിലെ ഹിസ്ബുള്ള, ഹൂത്തികൾ, ഹമാസ് തുടങ്ങിയ ഇറാൻ്റെ ഗ്രൂപ്പുകളുടെ പ്രവർത്തനം, ഇറാൻ്റെ ആണവശേഷി, അതുപോലെ ഇറാൻ്റെ ബാലിസ്റ്റിക് മിസൈലുകൾ അടക്കമുള്ള പ്രതിരോധ സംവിധാനങ്ങളുടെ നിർമ്മാണം, അതുപോലെ ഇറാനിലെ ആഭ്യന്തര കലാപത്തിൽ പിടികൂടപ്പെട്ട ചാരന്മാരെ വെറുതെ വിടുന്നത് സംബന്ധിച്ച വിഷയം, അങ്ങനെ നിരവധി മറ്റ് വിഷയങ്ങൾ ചർച്ചയാക്കണം എന്ന് തന്നെയായിരുന്നു ഇസ്രായേൽ അമേരിക്കയോട് പറഞ്ഞത്. അത് അതേപടി അമേരിക്ക ഇറാനെ അറിയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ യോഗത്തിൽ ഇറാൻ്റെ വിദേശകാര്യ മന്ത്രിയായ അബ്ബാസ് അരാഗ്ചി നേരിട്ടെത്തുകയും ഒമാൻ്റെ വിദേശകാര്യമന്ത്രി യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയും അമേരിക്കയുടെ പ്രതിനിധി എത്തുകയും ചെയ്തതിനു ശേഷം നടന്നതത്രയും ഇറാൻ പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ്. ഇറാൻ പറഞ്ഞ ആണവ കരാറുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ തങ്ങളുടെ ആണവ സമ്പുഷ്ടീകരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മാത്രം ചർച്ച മതിയെന്ന ആവശ്യമാണ് ഈ ചർച്ചയിൽ ഏറ്റവും പ്രധാനമായി മുന്നിട്ട് നിന്നത്. അതായത് അമേരിക്ക പറഞ്ഞ ഒരു വിഷയവും ഈ ചർച്ചയിൽ പ്രതിപാദിക്കപ്പെട്ടിട്ടില്ല. അമേരിക്ക പറഞ്ഞ ഒരു വിഷയവും ആ ഘട്ടത്തിൽ ചർച്ചയ്ക്കെടുക്കാൻ ഇറാൻ തയ്യാറായതുമില്ല. അതായത് ഇറാൻ്റെ യുറേനിയം സമ്പുഷ്ടീകരണം, ആണവ പരീക്ഷണം, ഇത് നിർത്തിവെക്കണമെന്ന അമേരിക്കയുടെ നിലപാട്, അതാണ് ചർച്ചയായത്. എന്നാൽ ഈ ചർച്ചയിൽ ഒരു കാരണവശാലും അമേരിക്കയുടെ ഈ ആവശ്യം നടപ്പാകില്ല എന്ന് ഇറാൻ തീർത്ത് പറഞ്ഞു. അതായത് ഒരു കാരണവശാലും തങ്ങളുടെ യുറേനിയം സമ്പുഷ്ടീകരണം പരിപൂർണമായി നിർത്തിവെക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. കാരണം അത് തങ്ങളുടെ ഊർജ്ജ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗമാണ്. അതുകൊണ്ട് തന്നെ അത് പൂർണ്ണമായി അവസാനിപ്പിക്കുക എന്ന നിലയിലേക്ക് ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി തുറന്നു പറഞ്ഞു. എന്നാൽ അതേസമയം തന്നെ യുറേനിയം സമ്പുഷ്ടീകരണത്തിൻ്റെ തോത് വേണമെങ്കിൽ കുറയ്ക്കാവുന്നതാണ്. പക്ഷേ ആണവായുധം ഉണ്ടാക്കരുത് എന്ന നിങ്ങളുടെ നിർദ്ദേശം അത് നിലനിൽക്കില്ല. കാരണം ഞങ്ങൾക്ക് ആണവായുധം ഉണ്ടാക്കണമെന്ന ആവശ്യമില്ല. ആണവായുധം ഉണ്ടാക്കില്ല എന്ന് എഴുതി ഒപ്പിട്ട് തരാൻ ഇറാൻ തയ്യാറാണ്. പക്ഷേ യുറേനിയം സമ്പുഷ്ടീകരണം പരിപൂർണമായി നിർത്തിവെക്കണം എന്ന നിലയിലുള്ള ചർച്ചകളിലേക്ക് കടക്കാൻ തങ്ങൾക്ക് കഴിയില്ല എന്ന് ഇറാൻ വ്യക്തമായി പറഞ്ഞു. അതായത് അമേരിക്ക പറഞ്ഞതൊന്നും ഇറാൻ ചെവിക്കൊണ്ടില്ല. ഇറാൻ പറയുന്നത് മുഴുവൻ കേട്ട് അമേരിക്കയുടെ പ്രതിനിധികൾ തിരിച്ച് സ്വന്തം രാജ്യത്തേക്ക് പോവുകയാണ് ഉണ്ടായത്. അതുകൊണ്ടാണ് ഈ ചർച്ച കഴിഞ്ഞതിന് ശേഷം ഒരുപാട് മണിക്കൂറുകളെടുത്തു അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു പ്രതികരണം വരാൻ. പക്ഷേ ഇത് കഴിഞ്ഞ പാടെ, ഈ ചർച്ച കഴിഞ്ഞതിന് പിന്നാലെ ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി പറഞ്ഞത് ഇത് പ്രതീക്ഷ നൽകുന്ന ഒരു ചർച്ചയാണ്. ഒരിക്കലും സമ്മർദ്ദം ചെലുത്തി ഭീഷണികൾ കൊണ്ടുവന്ന്
തങ്ങളെ ഏതെങ്കിലും തരത്തിലൊരു കരാറിൽ ഒപ്പിടുവിക്കാൻ കഴിയുകയില്ല. പക്ഷേ സമാധാനപരമായ ഒരു ചർച്ചയാണെങ്കിൽ തങ്ങളും വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാണ് എന്ന മാന്യമായ പ്രതികരണമാണ് ഇറാൻ നടത്തിയത്. പക്ഷേ ആ ഒരു വിട്ടുവീഴ്ച എന്ന് പറയുന്നത് ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് താഴില്ല എന്നും ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് മറ്റു വിഷയങ്ങളിൽ, അതായത് ഇറാൻ്റെ പരമാധികാരത്തെ ടച്ച് ചെയ്യുന്ന വിധത്തിലുള്ള ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും ഇറാൻ തയ്യാറല്ല. നേരെ മറിച്ച് ആണവ കരാറുമായി ബന്ധപ്പെട്ട്, ആണവ സമ്പുഷ്ടീകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിൽ ഒരു ചർച്ചയ്ക്ക് തയ്യാറാണ്. പക്ഷേ അതും പരിപൂർണമായി അത് നിർത്തിവെക്കുന്ന തരത്തിൽ ഒന്നും തന്നെ നടക്കില്ല എന്ന് ഇറാൻ പറയുന്നു. അതേസമയം ഒമാനും പറഞ്ഞത് ഇത് പ്രതീക്ഷ നൽകുന്ന ഒരു മുന്നേറ്റമാണ്. അതായത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്, അതായത് സമീപകാല ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അമേരിക്കയും ഇറാനും ഇങ്ങനെ ഒരു നേർക്കുനേർ ചർച്ച നടത്തുന്നത്. അതും ഈ വിദേശകാര്യമന്ത്രി ഇറാൻ്റെയും അതുപോലെ അമേരിക്കയുടെ പ്രതിനിധികളും ഒക്കെ വന്നു എങ്കിലും അത് വളരെ ഡീപ്പായിട്ടുള്ള രണ്ട് രാജ്യങ്ങളുടെ സ്ഥാനപതികൾ തമ്മിലുള്ള ചർച്ചയൊന്നുമല്ല. പക്ഷേ എന്നാൽ പോലും അതൊരു പ്രാഥമിക ചർച്ച തന്നെയാണ്. അത് സമീപകാലത്തൊന്നും ഇത്തരമൊരു ചർച്ച അമേരിക്കയും ഇറാനും നടത്തിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. എന്തായാലും ഈ ചർച്ചയ്ക്ക് പിന്നാലെ അമേരിക്കയുടെ യുദ്ധസന്നാഹങ്ങളൊക്കെ വെറുതെ അവിടെ കിടക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ അമേരിക്ക ഇറാനിലെ സ്വന്തം പൗരന്മാർക്ക് കൊടുത്ത നിർദ്ദേശം എത്രയും പെട്ടെന്ന് ഇറാനിൽ നിന്ന് രക്ഷപ്പെട്ടോളൂ, ആണവ കരാർ നടപ്പാകാതെ വന്നു കഴിഞ്ഞാൽ ഇറാൻ്റെ അതിർത്തികളിലൊക്കെ എന്തും സംഭവിക്കാം, അതിർത്തി അടയ്ക്കാം, വ്യോമപാത അടച്ചുപൂട്ടാം, വലിയ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകാം, ഞങ്ങൾക്ക്, അതായത് സർക്കാരിന് നിങ്ങളെ സംരക്ഷിക്കുന്നതിൽ ഒരുപാട് പരിമിതികളുണ്ട്, അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ തന്നെ കിട്ടുന്ന മാർഗങ്ങൾ ഏതാണോ അതുവഴി ഇറാൻ്റെ അതിർത്തിക്ക് പുറത്ത് കടന്ന് നിങ്ങളുടെ ജീവൻ രക്ഷിക്കുക എന്ന നിലയിലൊക്കെ അമേരിക്ക ഈ ചർച്ച നടക്കുമ്പോഴും വലിയ ഞെട്ടിക്കലുകൾ നടത്തിയിരുന്നു. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഒരു യുദ്ധമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്, ഞങ്ങൾ ഉടൻ ആക്രമണം നടത്തും, ഈ കരാർ എങ്ങനെയെങ്കിലും ഇറാൻ ഒപ്പുവെക്കണം, അല്ല എന്നുണ്ടെങ്കിൽ യുദ്ധമുണ്ടാകും, ഞങ്ങൾ സജ്ജരാണ് എന്ന നിലയിലൊക്കെ ഭീതി വളർത്തുന്നതിനും, അങ്ങനെ ഒരു യുദ്ധമുണ്ടായാൽ ഇറാൻ അമേരിക്കൻ പൗരന്മാരെ വധിക്കുമെന്ന ഭീതിയും ഒക്കെ അടക്കമാണ് അമേരിക്ക അങ്ങനെ ഒരു പാനിക് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തത്. പക്ഷേ അതുകൊണ്ടൊന്നും ഒരു കാര്യവും ഉണ്ടായില്ല. കാരണം ഇറാന് വഴിപ്പെട്ട് നിൽക്കുകയല്ലാതെ മറ്റൊരു വഴിയുമില്ല എന്ന് അമേരിക്കയ്ക്ക് വ്യക്തമായി മനസ്സിലായി. അതുകൊണ്ടാണ് ഇനിയും ചർച്ചകളിലേക്ക് പോകാമെന്ന് പറയുന്നത്. നോക്കുക, ഈ ചർച്ചയിൽ അമേരിക്ക പറഞ്ഞ ഒരു കാര്യവും ഇറാൻ പരിഗണിച്ചിട്ടില്ല. ഇറാൻ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കുക എന്നത് മാത്രമാണ് അമേരിക്കയ്ക്ക് വഴിയുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് അമേരിക്കയുടെ കണ്ണിൽ നോക്കുകയാണെങ്കിൽ ഈ ചർച്ച പരാജയമാണ്, അല്ലെങ്കിൽ ചർച്ചയിൽ തങ്ങളുടെ നിർദ്ദേശങ്ങളൊന്നും തന്നെ പരിഗണിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അമേരിക്ക നേരത്തെ പറഞ്ഞത് വെച്ചിട്ടാണെങ്കിൽ ഒരു യുദ്ധം തുടങ്ങാൻ അമേരിക്കയ്ക്ക് സാഹചര്യമുണ്ടായിരുന്നു. അതായത് കരാറിൽ ഒപ്പുവെച്ചില്ലെങ്കിൽ, ഞങ്ങൾ പറയുന്നത് കേട്ടില്ലെങ്കിൽ ഉടൻ യുദ്ധം എന്ന് അമേരിക്ക നേരത്തെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. പക്ഷേ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടും യുദ്ധത്തിലേക്ക് പോകാത്തത് അമേരിക്കയുടെ ഭയം കൊണ്ട് തന്നെയാണ് എന്ന് ഒരിക്കൽ കൂടി വ്യക്തമാവുകയാണ്. എന്തായാലും ഇതിൻ്റെ കലിപ്പിന് ഏതാണ്ട് 15ഓളം ഇറാനിയൻ സ്ഥാപനങ്ങൾക്ക് നേരെ ഉപരോധം ഏർപ്പെടുത്തുന്നതടക്കം ഇനിയും കുറച്ചധികം ഉപരോധങ്ങൾ ഇറാന് നേരെ ചുമത്തും എന്ന നിലയിലേക്ക് അമേരിക്ക രംഗത്ത് വന്നിട്ടുണ്ട്. പക്ഷേ അതേസമയം തന്നെ ഇറാൻ പറഞ്ഞത് ഏതെങ്കിലും തരത്തിൽ യുറേനിയം സമ്പുഷ്ടീകരണത്തിൻ്റെ തോത് ഞങ്ങൾ കുറയ്ക്കുകയാണെങ്കിൽ അപ്പോൾ മുതൽ ഞങ്ങൾക്ക് മേലുള്ള മുഴുവൻ ഉപരോധങ്ങളും ഇല്ലാതാക്കണം, അതുപോലെ തന്നെ ഞങ്ങൾക്ക് വ്യാവസായികപരമായി മുന്നോട്ട് പോകാനുള്ള വഴികൾ ഒരുക്കണമെന്നാണ് ഇറാൻ പറഞ്ഞത്. അതോടൊപ്പം സൈനികപരമായി ഇപ്പോൾ നിൽക്കുന്ന ഭീഷണി അവസാനിപ്പിക്കണമെന്ന താക്കീതും ഇറാൻ അമേരിക്കയ്ക്ക് കൊടുത്തു. അങ്ങനെ അമേരിക്ക തങ്ങൾക്ക് നേരെ ഏർപ്പെടുത്തിയിട്ടുള്ള ഉപരോധവും വെല്ലുവിളിയും ഭീഷണിയും ഒക്കെ പരിപൂർണമായി അവസാനിപ്പിച്ച് സറണ്ടറായാൽ മാത്രമേ ഞങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറുള്ളൂ എന്ന് ഇറാൻ തീർത്ത് പറഞ്ഞപ്പോൾ അതിൻ്റെ കലിപ്പിൽ തിരിച്ചു പോവുകയാണ് അമേരിക്ക ചെയ്തത്. അതിനപ്പുറം അമേരിക്കയ്ക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല, സാധിക്കാനുള്ള സാഹചര്യം പശ്ചിമേഷ്യയില്ല. കാരണം UAE അടക്കമുള്ള അറബ് രാജ്യങ്ങൾ ശക്തമായ നിലപാടിൽ ഉറച്ചു നിൽക്കുമ്പോൾ ഇറാനെ ആക്രമിക്കുന്നത് സ്വപ്നം കാണാൻ പോലും അമേരിക്കയ്ക്ക് കഴിയുന്നൊരു സാഹചര്യമില്ല. വെറുതെ കുറേ കപ്പലുകൾ കൊണ്ടിട്ട് ആ കപ്പലുകൾ വെച്ചിട്ട് ആ കപ്പലിലെ സൈനികർക്ക് മീൻ പിടിച്ച് കളിക്കുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കായിക വിനോദങ്ങളിൽ ഏർപ്പെടുകയോ ഒക്കെ ചെയ്യാമെന്നുള്ളതല്ലാതെ അതിനപ്പുറം ആ കപ്പലുകൾ ഉപയോഗിച്ചൊരു യുദ്ധത്തിലേക്ക് നീങ്ങാൻ കഴിയില്ല. അങ്ങനെ ചെയ്താൽ ഗൾഫ് രാജ്യങ്ങളുടെ നടുക്കിട്ട് അമേരിക്കൻ കപ്പലുകളെ പൊട്ടിച്ചിട്ട് ഇറാൻ അടങ്ങൂ എന്ന് അമേരിക്കയ്ക്ക് കൃത്യമായി മനസ്സിലായി. അറബ് രാജ്യങ്ങളുടെ സ്വന്തം സൈനിക കേന്ദ്രങ്ങൾ ഉപയോഗിക്കാൻ പോലും കഴിയാതെയുള്ള പ്രതിസന്ധിയിലാണ് അമേരിക്കയുള്ളത്. അതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് അമേരിക്ക വീണ്ടും വീണ്ടും ഒരു വശത്ത് ഭീഷണികൾ മുഴക്കുമ്പോഴും മറുവശത്ത് അതിന് കടകവിരുദ്ധമായി വിട്ടുവീഴ്ചകളുടെ അങ്ങേയറ്റം അടിപതറിക്കൊണ്ട് ഇറാന് മുന്നിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് യാഥാർത്ഥ്യം.